സർക്കാർ കൊണ്ടുവന്ന പുതിയ വഖഫ് നിയമത്തിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന മഹാറാലി തുടങ്ങി. 1 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന മഹാറാലിയാണ് കോഴിക്കോട് കടപ്പുറത്ത് ഇപ്പോൾ നടക്കുന്നത്. PMA സലാം, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ഇപ്പോൾ സംസാരിക്കുകയാണ്. കേൾക്കാം. ബാക്കിയുള്ള അംഗങ്ങളെ മുഴുവൻ മുസ്ലിങ്ങളല്ലാത്തവരെ നിയമിക്കാനുള്ള അവകാശം, അധികാരം ഈ നിയമ ഭേദഗതിയിലൂടെ നൽകുകയാണ്. വഖഫ് കൈകാര്യം ചെയ്യേണ്ടത്, അത് നടപ്പിലാക്കേണ്ടത് ഇസ്ലാമിക തത്വശാസ്ത്രം വിധിപ്രകാരമാണ്. അതറിയാവുന്ന ആളുകളാണ് അതിന്റെ ബോർഡിൽ ഉണ്ടാകേണ്ടത്. പക്ഷെ പുതിയ ഭേദഗതി പ്രകാരം വെറും 4 അംഗങ്ങൾ മാത്രം മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായാൽ മതി. ഗവൺമെന്റിന് ഇത് ഏറ്റെടുക്കാം. കലക്ടർക്ക് വഖഫ് ട്രിബ്യൂണലിന്റെ നിയമത്തിന് മുകളിൽ കലക്ടർക്ക് വിധി പറയാം. ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് വിധി പ്രസ്താവിക്കേണ്ടത് കലക്ടറാണ്, ഗവൺമെന്റ് സംവിധാനമാണ് എന്നുകൂടി ഭേദഗതിയിലൂടെ വരുന്നു. ഭരിക്കുന്ന ഗവൺമെന്റിന് വഖഫ് ഭൂമികൾ അട്ടിമറിക്കാനുള്ള എല്ലാ സൗകര്യവുമാണ് ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരിക്കുന്നത്. ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഇംഗിതത്തിനനുസരിച്ച് പരിശുദ്ധമായ, പവിത്രമായ, പരിപാവനമായ ലക്ഷ്യത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച സ്വത്തുക്കൾ നശിപ്പിക്കാൻ, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് പിറകോട്ട് പോകാൻ അവസരം നൽകുന്ന ഒരു ഭേദഗതിയാണ് ഈ പാർലമെന്റ് പാസാക്കിയത്. പാർലമെന്റില് 5 കൊല്ലത്തെ കാലാവധിക്ക് തെരഞ്ഞെടുക്കുന്ന പാർലമെന്റാണ്. താൽക്കാലികമായി ഭൂരിപക്ഷം കിട്ടിയേക്കും. ആ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ, രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ നമ്മുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും പൗരസ്വാതന്ത്ര്യവും മൗലികാവകാശങ്ങളും വിശ്വാസ സ്വാതന്ത്ര്യവും ഒക്കെ ഹനിക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. അതുകൊണ്ടാണ് പാർലമെന്റിനകത്ത് ഈ നിയമം ചർച്ചയ്ക്ക് വന്നപ്പോ വളരെ ശക്തമായി ഇന്ത്യ മുന്നണിയുടെ മറ്റു മെമ്പർമാരോടൊപ്പം അതിശക്തമായി മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ ശക്തമായി വാദിച്ചത്, പ്രതികരിച്ചത്. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് പോയി. രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി അത് നിയമമായി മാറി. ആ നിയമത്തെ ചോദ്യം ചെയ്യേണ്ടത് ഇനി കോടതിയിലാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യമായി ചെന്നത് മറ്റ് നിയമങ്ങളിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. ആ മുസ്ലിം ലീഗിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുകയാണ്. അതിലാണ് കോടതിയുടെ തന്നെ ചില പരാമർശങ്ങൾ ഗവൺമെന്റിനെതിരായി വന്നത്. ഗവൺമെന്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽക്കെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിശക്തമായാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തോട് പല കാര്യങ്ങളിലും വ്യക്തത വരുത്താൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ കൂടി വാദമുണ്ട്, നമുക്ക് പ്രതീക്ഷയുണ്ട്. നീതിന്യായ കോടതിയിൽ നമ്മൾ അർപ്പിക്കുന്നു. രാജ്യത്തിലെ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമനിർമ്മാണത്തിന് പരമോന്നത കോടതി ചൂട്ടുപിടിക്കില്ല എന്ന വിശ്വാസമാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. അപ്പോ കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാൻ മുസ്ലിം ലീഗ് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോ ഈ നിയമം ജനവിരുദ്ധമാണ്, ജനങ്ങൾക്കെതിരാണ്, നീതിരഹിതമാണ് എന്ന ഉത്തമ ബോധ്യം. കോഴിക്കോട് കടപ്പുറത്ത് മഹാറാലി നടക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമത്തിനെതിരെ.